ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷർ തസ്തികയിലേക്കുള്ള എക്സാം ഒക്ടോബർ മാസമാണ് നടത്തുന്നത്. അത് 100 മാർക്കിൻ്റെ എക്സാമാണ്. അതിൽ 50 മാർക്കും കോർപ്പറേഷനിൽ നിന്നാണ് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൽ ചോദിച്ചിരിക്കുന്ന സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. CSEBയുടെ എക്സാമിനും ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. നമുക്കപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഹാവ് 4 സ്റ്റേജസ്. 4 സ്റ്റേജസിലൂടെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റഡ് ബൈ റോച്ച്ഡെയിൽ പൈനിയേഴ്സ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജിലുള്ള പ്രിൻസിപ്പിൾസാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ 7 പ്രിൻസിപ്പിൾസാണ് ഫസ്റ്റ് സ്റ്റേജിൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലാദ്യത്തത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇത് 7 എണ്ണമാണ് ഫസ്റ്റ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉള്ളത്. ഇത് ഏതാണെന്ന് കറക്റ്റായിട്ട് ഓർഡറിലൊന്ന് പഠിച്ചു വെക്കണം. നമുക്ക് എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ 4 ഓപ്ഷനിൽ നിന്ന് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഏതാണ്, അങ്ങനെ ചോദിക്കാം. ഇത് CSEBയുടെ എക്സാമിനും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 7 എണ്ണം പഠിച്ചു വെക്കണം. അടുത്തത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. 1937 ഈ പ്രിൻസിപ്പിൾസ് വന്നത്. In 1934, ICA appoint a subcommittee to evaluate Rochdale Pioneers Principles, ലണ്ടൻ കോൺഗ്രസ്. 1934 ICAയുടെ ലണ്ടൻ കോൺഗ്രസ്സിൽ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ലണ്ടനിൽ വെച്ച് നടന്നപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് വീണ്ടും പഠിക്കുന്നതിനായിട്ട് ഒരു സബ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. In 1937, ICA Congress held in Paris adopt Rochdale Pioneers Principles. 1937 ICAയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് പാരീസിൽ നടന്നപ്പോൾ അവിടെ വെച്ചിട്ട് ഈ 1934 റിപ്പോർട്ട് അനുസരിച്ചിട്ട് വെച്ച ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള ഈ പ്രിൻസിപ്പിൾസ് ICA അഡോപ്റ്റ് ചെയ്തു. 1937 ഇവരിത് അഡോപ്റ്റ് ചെയ്യുന്നത്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെയാണ് 1937 പ്രിൻസിപ്പിളിനെയാണ് അങ്ങനെ പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റേജിൽ വന്നിരിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെൻറ്റ് ഓൺ പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ക്രെഡിറ്റ്, പൊളിറ്റിക്കൽ റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയും തന്നെയാണ് വന്നിരിക്കുന്നത്. അത് സെയിം തന്നെയാണ് ഇവരിത് എടുത്തിരിക്കുന്നത്. റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ അതേ പ്രിൻസിപ്പിൾസ് തന്നെയാണ് ICA എടുത്തത്. ICA principles were divided into 2. First 4 principles considered as essential or obligatory principles. Last 3 principles were considered as non-essential or secondary principles. അപ്പോൾ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ അതേ പ്രിൻസിപ്പിൾസ് തന്നെയാണ് ICA ഒരു സബ് കമ്മിറ്റീനെ വെച്ച് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ICA അഡോപ്റ്റ് ചെയ്തതും അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. പക്ഷേ ഈ പ്രിൻസിപ്പിൾസിനെ 2ആയിട്ട് തിരിച്ചിരുന്നു. എസെൻഷ്യൽ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസ് എന്നും, ആദ്യത്തെ 4 എണ്ണത്തിന് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും, അവസാനത്തെ 3 എണ്ണത്തിന് നോൺ എസെൻഷ്യൽ ഓർ സെക്കൻഡറി പ്രിൻസിപ്പിൾസ് എന്നും വിളിക്കുന്നതിനാണ് ആ കമ്മിറ്റി ICAയോട് നിർദ്ദേശിച്ചത്. അടുത്തത് തേർഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അത് 1966 ICA appoint a committee to reformulate the principles in 1964. Chairman D.G. Carvey. There are 5 members in D.G. Carvey committee. D.G. Carvey committee proposed 6 principles. These principles approved by ICA 23rd International Congress held in Vienna in 1966. അപ്പോൾ വീണ്ടും ഈ പ്രിൻസിപ്പിൾസ് ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ICA 1964 ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. അതിൻ്റെ ചെയർമാൻ
DG കാർവേ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ ടോട്ടൽ 5 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. DG കാർവേ 7 പ്രിൻസിപ്പിൾസ് എന്നുള്ള 1937 7 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്ന ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ വീണ്ടും 6 പ്രിൻസിപ്പിൾസ് ആയിട്ട് കുറച്ചു. ആൻഡ് ഇത് 1966 ICAയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് വിയന്നയിൽ വെച്ച് നടന്നപ്പോൾ 23ാമത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോഴാണ് ICA ഇത് അപ്രൂവ് ചെയ്യുന്നത്, ഈ പ്രിൻസിപ്പിൾസ്. അതനുസരിച്ചിട്ട് DG കാർവേ റെക്കമെൻഡ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണിത്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇത് 1937 പ്രിൻസിപ്പിൾസിൽ നിന്ന് കുറച്ച് മാറ്റം ഈ തേർഡ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. 7 പ്രിൻസിപ്പിൾസ് എന്നുള്ളത് 6 എണ്ണമായി. അതുപോലെ തന്നെ ആദ്യത്തെ 3 എണ്ണം സെയിം തന്നെയായിരുന്നു 1937 വെച്ചിട്ട്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇതെല്ലാം 1937 പ്രിൻസിപ്പിൾസ് തന്നെയായിരുന്നു. പിന്നെ വരുന്നത് 1937 പേയ്മെൻറ്റ് ഓൺ പാട്രണേജ് ഡിവിഡൻഡ് ആയിരുന്നു. അത് മാറിയിട്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്നായി അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്യാഷ് ക്രെഡിറ്റും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, ഈ 2 എണ്ണവും ഉണ്ടായിരുന്നത് 1937 പ്രിൻസിപ്പിളായിരുന്നു. അത് രണ്ടും ഈ തേർഡ് സ്റ്റേജിൽ എടുത്തു മാറ്റുകയും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വന്നു. അതിൻ്റെ ഒപ്പം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ 1937 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ളതാണ്. അത് പുതിയതായിട്ട് വന്ന പ്രിൻസിപ്പിളാണ്. അത് DG കാർവേ ആണ് ആ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാർവേ കമ്മിറ്റിയുടെയാണ് ആ പ്രിൻസിപ്പിൾ. These principles were known as Carvey's principle or principles of growth. DG Carvey Committee gave an explanation to all principles. അടുത്തത് 4th സ്റ്റേജ് ആണ്. 4th സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1995 വന്നിരിക്കുന്നത്. ICA appoint ഇവാൻ മാക്ഫേഴ്സൺ to reformulate the principle in 1992 Tokyo Congress. The report was submitted in 1994. The new principle approved by ICA General Assembly held in New Century Hall, Manchester in 23rd September 1995. അപ്പോൾ വീണ്ടും ഈ പ്രിൻസിപ്പിൾസ് റീഫോമുലേറ്റ് ചെയ്യാനായിട്ട് കമ്മിറ്റിയെ നിയോഗിച്ചത് 1992 ICAയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ടോക്കിയോയിൽ വെച്ച് നടന്നപ്പോഴാണ് ഇങ്ങനൊരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവാൻ മാക്ഫേഴ്സൺ ആയിരുന്നു അതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. 1994 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ പ്രിൻസിപ്പിൾസ് ICA അപ്രൂവ് ചെയ്യുന്നത് 1995. അത് ICAയുടെ ജനറൽ അസംബ്ലി ന്യൂ സെഞ്ച്വറി ഹാളിൽ മാഞ്ചസ്റ്ററിൽ നടക്കുമ്പോൾ 23 സെപ്റ്റംബർ 1995 ഈ ലാസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പിൾസ് അപ്രൂവ് ചെയ്യുന്നത്. ഇതനുസരിച്ച് 4th സ്റ്റേജിലെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അങ്ങനെ വീണ്ടും ഇത് 7 പ്രിൻസിപ്പിൾ തന്നെയായി. അപ്പോൾ ആദ്യം 1937 7 പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അത് 1966 വന്നപ്പോൾ 6 പ്രിൻസിപ്പിൾ തന്നെയായിട്ട് മാറി. പിന്നെ അടുത്തത് നമ്മുടെ 95 1995 വീണ്ടും 7 പ്രിൻസിപ്പിൾ തന്നെ ആക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് CSEBക്കും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഓരോ പ്രിൻസിപ്പിൾസും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷനിൽ നിന്ന് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതിൽ പെടാത്ത ഒരു പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിക്കാം. അത് ഫസ്റ്റോ സെക്കൻഡോ തേർഡ് സ്റ്റേജ് ഏതിൽ വേണമെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സാമിന് CSEBക്ക് ചോദിച്ചിട്ടുണ്ട് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്ന്. അപ്പോൾ അതുപോലെ CSEBക്കും ഉണ്ടാവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക്